വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചരക്കെടുക്കാൻ വന്നതാണ്, ഡ്രസ്സൊക്കെ എടുക്കാൻ വന്നതാണ്. അപ്പോൾ അതിൻ്റെ വിശേഷമാണ് ഇന്ന് മൊത്തം വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇതാണ് എൻ്റെ ഭാവി അമ്മായിച്ചൻ, മൈ ഫാദർ ഇൻ ലോ. അപ്പം വയനാട്ടിൽ നിന്ന് ഇവരൊരു കുറച്ച് പേര് വന്നിട്ടുണ്ട് ഇന്ന് ചരക്കെടുക്കാനായിട്ട്. എൻ്റെ ചെക്കൻ വന്നിട്ടുണ്ട്, ചെക്കനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. പിന്നെ പപ്പായും 2 അങ്കിളും ഒരു കസിനുമാണ് വന്നിരിക്കുന്നത്. അപ്പം പുറകെ ബാക്കി എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തി തരാം. ുള്ള ഡ്രസ്സൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. കറക്റ്റ് ഞങ്ങൾ ഉദ്ദേശിച്ച കളർ കിട്ടിയില്ല, പക്ഷെ കുറച്ച് അത്യാവശ്യം ഒപ്പിക്കാം എന്ന രീതി എത്തി. എൻ്റെ സെറ്റായി. ഇനി
ഇനി രാവിലേക്കുള്ള ഷർട്ട്. ഇനി ഇവിടെ നിന്നാൽ എടുത്തു പോകും. അതിനെക്കാട്ടും രസം ഇതാണ്. ഇതൊരു പ്രത്യേക ലുക്കാണ്. ഞങ്ങളിതാ അടുത്ത സെക്ഷനിലെത്തി. അടുത്ത് എനിക്ക് എൻഗേജ്മെൻറ്റിനാണുള്ള ലെഹങ്ക തപ്പി എത്തിയതാണ്. അപ്പോൾ വന്ന് കണ്ട് എനിക്ക് ഒരുപാട് കളക്ഷൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ റെഡ് കളർ കണ്ടപ്പോൾ ഒരു പ്രത്യേക അട്രാക്ഷൻ തോന്നി. 2 ടൈപ്പ് കണ്ടായിരുന്നു, പക്ഷേ ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ റെഡാണ് ഞാൻ ചൂസ് ചെയ്തത്. പിന്നെ റെഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ നല്ല എടുപ്പുള്ള കളറാണ്, അതാണ് ഞാൻ റെഡ് ചൂസ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഏകദേശമൊക്കെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് കുറച്ച് സാധനം കൂടെ എടുക്കാനുണ്ട് കേട്ടോ. നാളെയാണ് ഞങ്ങളുടെ സേവ് ദ ഡേറ്റ്. അപ്പോൾ അതിനുള്ള കോസ്റ്റ്യൂം ഞങ്ങൾ ഒരുപോലത്തേക്ക് എടുത്തു.
ഇനിയൊരു ഷൂവും പിന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുക്കാനുണ്ട്, മാലയും കമ്മലും അങ്ങനെയൊക്കെ. രാവിലെ വന്നതുകൊണ്ട് ക്ഷീണിച്ചു. ഞങ്ങൾ കുറേ ഡ്രസ്സൊക്കെ തപ്പി എടുത്തിട്ട് പിന്നെ എന്തൊക്കെയാണ് ഡ്രസ്സ് എന്നുള്ള കാര്യങ്ങൾ ഫുള്ള് വീഡിയോയിൽ വരുന്നുണ്ട്. ബാക്കിയൊക്കെ ഇനി കുറേ കാണിക്കും. നിങ്ങളെ കണ്ടു എന്തൊക്കെയാണ് എടുത്തതെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും ചിലർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ ആയി കാണും, വെഡ്ഡിങ് ഡ്രസ്സിനെ പറ്റിയിട്ട് കാണിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തന്നത് എൻ്റെ വെഡ്ഡിങ് ഗൗണിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അത് ഞാൻ മാൾട്ടയിൽ നിന്ന് കൊണ്ടുവരായിരുന്നു. എനിക്ക് വേണ്ടപ്പെട്ട ഒരു അമ്മച്ചി എനിക്ക് ഗിഫ്റ്റ് ആണ്. അപ്പം ഇതാണ് എൻ്റെ വെഡ്ഡിങ് ഗൗണ്. അപ്പം ഇത് ഒരു പൊടി പോലും പറ്റാതെ ഇങ്ങനെ കവറിലിട്ട് തന്നെയാണ് ഞാൻ മാൾട്ടയിൽ നിന്ന് കൊണ്ടുവന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ സാധനങ്ങളൊന്നും കൊണ്ടുവന്നില്ല. പൊടി പറ്റാതിരിക്കാൻ തന്നെ കവറിലിട്ട് വെച്ചിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇട്ട് പോലും നോക്കിയില്ല. ഇന്ന് വേണം ഇട്ട് നോക്കാനായിട്ട്. കാരണം ഞാനിത് ചെടി പറ്റിക്കുന്നു എനിക്ക് തോന്നുന്നു. ഇതാണ് എൻ്റെ വെഡ്ഡിങ് ഗൗണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഈ തൂക്കിയിട്ടേക്കുന്ന ബാക്കിലോട്ട് കിടക്കുന്ന ടെയിലാണ്, തൂങ്ങി കിടക്കാനുള്ള ടെയിലാണ്. പിന്നെ വരുന്നത് വെച്ചാൽ ഫ്രണ്ടിൽ നല്ല അത്യാവശ്യം നല്ല വർക്കൊക്കെ ഉള്ള സാധനമാണ്. ഒരു ഓഫ് വൈറ്റ് പോലത്തെ ഒരു കളറാണ്. എന്തായാലും വെഡ്ഡിങ് ഡേയിൽ ഇത് ഇട്ടിട്ടുള്ള ഫുൾ വീഡിയോസ് ഇറങ്ങുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ള ഒരു സാധനമാണ്. പിന്നെ ഇതിൻ്റെ അടിയിൽ കുറച്ച് ഇതിന് പറന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണിത്. ഇത് എനിക്ക് അവിടെ നിന്ന് തന്നെ ഗിഫ്റ്റ് കൂടെ തന്നെ എനിക്ക് എല്ലാ വെച്ച് തന്നതാണ്. ഇതാണ് സാധനം. ഇതിൻ്റെ ഒപ്പം കേട്ടിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാവാട. അപ്പം നമ്മൾ ഈ സാധനം ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റുവാണ്. ഇവിടെ 2 കയറ്റുന്നൊരു സംഭവമുണ്ട്. നടക്കും എന്തേലും അകത്തായിരുന്നു. നമുക്കിത് ഇവിടെ ഒരു കയറ്റാനുള്ളൊരു ഹോളുണ്ട്. നമ്മള് ജസ്റ്റ് ഇതാണ് ആ സംഭവം. ഇതിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ പറന്നിരിക്കും. ഇനി ഇതുകൊണ്ട് വേറൊരു ബെനിഫിറ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ ഒരു റെഡ് ലെഹങ്കയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ലെഹങ്കയ്ക്ക് ഈ സംഭവം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇത് തന്നെ ലെഹങ്കയ്ക്ക് യൂസ് ചെയ്യും. ഇതാണ് എൻ്റെ വെഡ്ഡിങ് ഗൗണിൻ്റെ അടിയിൽ ഇടുന്നത്. ഇത് ഞാൻ വെഡ്ഡിങ് ഗൗണൊക്കെ ഇട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഗൗണ് ഞാൻ വെഡ്ഡിങ്ങിന് ഇടാൻ പോകുന്നത്. ഇതൊന്ന് ട്രയൽ ചെയ്ത് നോക്കിയതാണ്. കുഴപ്പമില്ല, എൻ്റെ കറക്റ്റ് ഫിറ്റിനുള്ള ഗൗണാണ് കിട്ടിയേക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി ഗൗണാണ്. ബൈക്കിലോട്ട് ഇങ്ങനെ
ഇപ്പോൾ ഞാൻ പൊടി പറ്റി മൊത്തം കൊളാക്കും. ടെയിലുണ്ട് കുറേ നീണ്ടെടുക്കുന്നത്. പിന്നെ എൻ്റെ ഇവിടെ വെയിൽ വരും. ക്രൗണ് ഗ്ലൗ ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വരുമ്പോഴത്തേക്കിന് സെറ്റപ്പ് ആകുമായിരിക്കും. ബാക്കി വിശേഷങ്ങളൊക്കെ വെഡിങ്. പിന്നെ ഇനി അടുത്ത് കാണിക്കാനുള്ളത് ഗോൾഡാണ്. ഗോൾഡ് ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടില്ല, കാരണം എനിക്കുള്ളൂ. ഞാൻ എടുത്തത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നാണ്. ഒരുപാടൊന്നും എടുത്തിട്ടില്ല. ഞാൻ എടുത്തത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കമ്മൽ. ഇത് ചെറിയൊരു ലവൻ്റെ സിമ്പിളുള്ള കമ്മലാണ്. പിന്നെ ഇത് വള. ഇതാണെങ്കിൽ ഞാൻ എടുത്തതെല്ലാം തന്നെ വൈറ്റ് സ്റ്റോൺ വെച്ച സംഭവമാണ്. 2 വള എടുത്തു. പിന്നെ ചെറിയൊരു നെക്ലസ് പോലത്തെ ഒരു മാല. പിന്നെ ഞാൻ എൻ്റെ വെഡ്ഡിങ് റിങ് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ വെഡ്ഡിങ് റിങ്. ഇതെടുത്തത് KGC എന്നാണ്. ഇത് രാഹുൽ, ഇത് ലിൻഡു. അപ്പം ഇതാണ് എൻ്റെ വെഡ്ഡിങ് റിങ്. ഇതാണ് ഞാൻ എടുത്ത കുറച്ച് ഓർണമെൻറ്റ്സ്. അത് എടുത്തിരിക്കുന്നത് എറണാകുളം കല്ലറയ്ക്കൽ ജ്വല്ലറി എന്നാണ്. അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ നിന്നാണ് എടുത്തത്. ഇത് എൻ്റെ ഫ്ലവർ ഗേൾസിനുള്ള തിയാരയാണ്. 4 ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതും എൻ്റെ എൻഗേജ്മെൻറ്റിന് ഞാനൊരു റെഡ് ലെഹങ്കയാണ്. അപ്പോൾ അതിനുള്ള ഓർണമെൻറ്റ്സും ആണിത്. അത് മാലയും കമ്മലും. പിന്നെ ഇത് എൻ്റെ വൈറ്റ് ഗൗണിന് ഇടാനുള്ള മാലയും കമ്മലുമാണ്. ഈ വള നമ്മുടെ എൻഗേജ്മെൻറ്റിന് ഇതിൻ്റെ കൂടെ ഇടാനുള്ളതാണ് വള. അപ്പോൾ ഇത്രയാണ് ഞാൻ കുറച്ച് അല്ലാതെ ഇതാണ് ഞാൻ അല്ലാതെ എടുത്ത കുറച്ച് ഓർണമെൻറ്റ്സ്.